ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളെ മണവാട്ടിക്കുള്ള ഡ്രസ്സ് പർച്ചേസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. നമ്മൾ കോട്ടക്കൽ സീനത്ത് കണ്ടിട്ട് നമ്മൾ പോയത്. അപ്പോൾ കയറുന്ന വീഡിയോസൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. കാരണം നമ്മളെ കയ്യിലും കാലിലും തൂങ്ങി കിടക്കുകയായിരുന്നു നമ്മളെ റിച്ചുട്ടന്. അപ്പോൾ ഇതാ റിച്ചുട്ടനെ ഒരു ഭാഗത്താക്കിയിട്ട് നമ്മൾ ഡ്രസ്സ് നോക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ആളുകൾക്ക് നമ്മൾ ഇവിടെ പോയപ്പോൾ ഫറൂഖ് പോയപ്പോൾ നമ്മൾ എടുത്തിരുന്നു. ബാക്കിയുള്ളവർക്കുള്ള പർച്ചേസിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഓരോന്ന് സെലക്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്യാമറ കൈ കിട്ടിയത് നമ്മളെ മണവാട്ടിൻ്റെ കയ്യിലാണ്. പിന്നെ കഥ പറയണ്ട. അപ്പോൾ അതാ നമ്മൾ ഓരോരുത്തരിട്ട് നോക്കുന്നുണ്ട്, പാകം നോക്കുന്നുണ്ട്, കളർ മാച്ചിങ് നോക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കളക്ഷനുണ്ട്. കോട്ടക്കൽ സീനത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ഓരോരുത്തർക്ക് പാകം നോക്കിയിട്ട് ഓരോരുത്തർ സെലക്ട് ചെയ്യുന്നുണ്ട്. റിച്ചട്ടനും സെൻസി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ബാക്കി ആരും കൊണ്ടുവന്നിട്ടില്ല. അവരെന്നെ മതി. ഒന്നൊന്നര ലെവലാണ് അവർ രണ്ടാളും. അപ്പോൾ അവരവിടെ ഓടി കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ മാച്ചായതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. സെലക്ട് ചെയ്യാൻ പറ്റിയതൊന്നും നമ്മളെ കണ്ണിൽ പെട്ടിട്ടില്ല. അപ്പോൾ അതാ ഓരോരുത്തരിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഷാളൊക്കെ വെച്ച് നോക്കണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സെലക്ട് ചെയ്തു. ഓരോരുത്തർക്കുള്ള സെലക്റ്റായി. പിന്നെയും കാണുമ്പോൾ പിന്നെയും നോക്കും. അങ്ങനെ ആയിട്ട് പെണ്ണുങ്ങളല്ലേ ഡ്രസ്സ് കണ്ടാൽ ഇവിടെ ചാടിയെത്തുമല്ലോ അല്ലേ. അപ്പോൾ ഇത് റിച്ചുട്ടൻ്റെ സെൻസിൻ്റെ ആലൊക്കെ കുറച്ച് കഴിഞ്ഞപ്പം ഒന്ന് മാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ ഇതൊക്കെ സെലക്റ്റൊക്കെ കഴിഞ്ഞാണ്ട് നമ്മൾ പോയത് മെറ്റീരിയൽസ് ഉള്ള കൗണ്ടറിലേക്കാണ് കേട്ടോ. അവിടെ നമുക്ക് ഒരാൾക്ക് കിട്ടിയിട്ടില്ല അതിന്. അപ്പോൾ അവർക്ക് മെറ്റീരിയൽസ് എടുത്ത് തയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കയറിയതാണ്. അവിടെ കളക്ഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് വെച്ചാൽ ഇല്ല. കാരണം നമ്മൾ ചെമ്മാട് പരാഗിലൊക്കെ പോയാൽ അവിടെ ഭയങ്കര കളക്ഷൻസ് അല്ലേ. അപ്പോൾ അത്ര ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. അത് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ ഒരു ഷോറൂം തന്നെയാണല്ലോ. ഇതിപ്പോൾ എല്ലാം കൂടി ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ സെലക്റ്റൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറച്ചൊന്ന് വീഡിയോസൊക്കെ ഒന്ന് എടുത്തു ഇതാട്ടോ. അവിടെ ഉള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്തെന്നുള്ളൂ കേട്ടോ. അപ്പം ആ മെറ്റീരിയൽസൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ നേരെ പോയത് സാരീൻ്റെ കൗണ്ടറിലേക്കാണ്. സാരി എന്ന് വെച്ചാൽ ആർക്കാന്നല്ലേ, മണവാട്ടിക്ക് സാരിയാണ് കേട്ടോ. നമ്മൾ മണവാട്ടിക്ക് ചോളി ലെഹങ്ക അങ്ങനത്തെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഗൗണൊന്നും വേണ്ട. അപ്പോൾ അവൾക്ക് സാരിനോടാണ് താല്പര്യം. അപ്പം അവൾക്ക് സാരിയാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്യണേ. അപ്പോൾ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ അവർ പറയും നമ്മളൊന്ന് കൊടുത്ത് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് മനസ്സിലാവും പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ചേച്ചിമാർ അവിടുത്തെ സ്റ്റാഫുകളാണ് കേട്ടോ. അവർ നല്ല അടിപൊളിയായിട്ട് സാരി കൊടുക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കണമെങ്കിൽ 1 മണിക്കൂർ ടൈം പിടിക്കുമല്ലോ അല്ലേ. അപ്പോൾ അവർ കൊടുക്കുമ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് നമ്മളെ സാരി റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് അവർ നല്ല അടിപൊളിയായിട്ട് പ്രില്ലൊക്കെ എടുത്ത് നല്ല സെറ്റപ്പ് ആക്കുന്നുണ്ട് കേട്ടോ അവർ. അപ്പോൾ ഓരോന്നിങ്ങനെ ഉടുത്ത് നോക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ടത് കാണുമ്പോൾ നമ്മളൊന്ന് ഉടുത്ത് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും നല്ല നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടുത്തെ സ്റ്റാഫുകളൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ നമ്മൾ ഒരു സാരി ഉടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് നോക്കിയതിന് ശേഷം അവൾക്ക് വേറെ താല്പര്യമായി. അങ്ങനെ അപ്പോൾ റിച്ചുട്ടനും സെൻസിങ് കൂടി ഭയങ്കര ഓട്ടം പാച്ചിലാണ് കേട്ടോ. ഓരോ ടൈമൊക്കെ തെറ്റുമ്പോഴത്തേന് നമുക്ക് ആകതാവും. അപ്പം ഒരു സാരി അങ്ങനെ ഉടുത്ത് കഴിഞ്ഞ് നമ്മളിപ്പോൾ രാവിലെ വന്നതാണ്. ഇപ്പോൾ ഒരു 2 മണി 2:30 ഒക്കെ ആയിക്കണം കേട്ടോ സാരീൻ്റെ കൗണ്ടറിലേക്ക് എത്തിയപ്പം തന്നെ. ബാക്കി സെലക്ട് ചെയ്തതിന് ശേഷമാണ് സാരീൻ്റെ കൗണ്ടറിലേക്ക് എത്തിയത്. അപ്പം ഇനിയിപ്പോൾ മണവാട്ടിൻ്റെ കൂടി സെലക്ട് ചെയ്യാനേ ഉള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഒരുവിധം കുട്ടികളതും വലിയവരിതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടി. അപ്പോൾ ആ സാരി കൊടുത്ത് ഇങ്ങനെ നോക്കിയതിന് ശേഷം വേറെ സാരിയുണ്ട്. അപ്പം അതൊന്ന് ചുറ്റി നോക്കാം. അത് സോഫ്റ്റായിട്ടുള്ള സാരിയാണ് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഉടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് നിൽക്കണമുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് മറ്റേതും അതേപോലെ തന്നെ നിൽക്കും. കാരണം മേക്കപ്പ് മാൻ വന്നുകൊണ്ട് അത് അതിൻ്റെ ലെവലിൽ ഒരു മെഷീൻ വെച്ച് ശരിയാക്കുകയൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും ഒന്നും കൂടി ഭംഗി നമുക്ക് തോന്നിയത് ഈ സാരി ഉടുത്തിട്ടാണ് കേട്ടോ. ഒന്ന് ഒതുങ്ങി നിൽക്കണത് ഈ സാരി ഉടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ നെറ്റൊക്കെ ഇട്ട് ഒന്ന് ഇങ്ങനെ സ്റ്റൈലാക്കിയൊക്കെ നോക്കി കേട്ടോ.
പിന്നെ നമ്മൾ വേറെ സാരി നോക്കി, അങ്ങനെ ഒരുപാട് സാരികൾ നോക്കിയിട്ടുണ്ട് കേട്ടോ. 3 നമ്മൾ ഇങ്ങനെ ചുറ്റി നോക്കിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ നമ്മളിങ്ങനെ നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും 3ാമത്തതും ചുറ്റി അടിപൊളിയാക്കി. പിന്നെ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് ഏതായാലും. അപ്പോൾ അതാണ് ചോളിൻ്റെയും ഗൗണിൻ്റെ ഒക്കെ സെക്ഷൻ അടിപൊളി കളക്ഷൻസ് ആണ് അവിടെ ഉള്ളത്. ഏതായാലും അതൊന്നും നമുക്ക് വേണ്ടല്ലോ, അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ചുറ്റലും പറയലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിതാ അവിടെ നിന്ന് പോകുന്നു. പിന്നെ നമ്മൾ ഫർദ എടുത്തിട്ടില്ലല്ലോ, വലിയവർക്കുള്ള ഫർദ എടുക്കണവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എടുക്കാനുള്ളതൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ സാരിയൊക്കെ നമ്മൾ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഉടുത്തൊക്കെ ഇങ്ങനെ സ്റ്റൈലാക്കി നോക്കുകയുണ്ടോ മണവാട്ടി. പിന്നെ നമ്മൾ ഫർദൻ്റെ കൗണ്ടറിലേക്കാണ് കേട്ടോ കയറിയത്. അപ്പോൾ ഓരോരുത്തർക്കൊക്കെ ഇഷ്ടപ്പെട്ടതിന് പിന്നെ വരാത്തവരുണ്ടല്ലോ, അവർക്ക് എന്താ അഭിപ്രായം എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് വിചാരിച്ച് നമ്മളെന്തട്ടി ഫർദ അവിടെ നിന്ന് എടുക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ആദ്യം ബുക്ക് ചെയ്തതിന് കേട്ടോ, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾക്ക് വിശന്നിട്ട് പിന്നെ നിൽക്കാൻ വയ്യ. പിന്നെ ഇനി ഒരു പർച്ചേസിങ് അവിടെ നടക്കുക, ടൈം 4 മണിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെന്തട്ടി അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിന്, അവിടെ കയറി നല്ല പൊരിച്ച കോഴിൻ്റെ ബിരിയാണിയും തട്ടി നമ്മൾ പോന്നു കേട്ടോ. പിന്നെയാണ് നമ്മൾ ബില്ല് ഇത് ചെയ്ത് കേട്ടോ, പേ ചെയ്ത്. അതിന് ശേഷം നമ്മൾ പോരുന്നത് ചപ്പൽ മണവാട്ടിക്കുള്ള ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അത് ലെതർ പ്ലാന്റിലാണ് കേട്ടോ, അവരുടെ ഷോപ്പിൽ തന്നെയാണ് കോട്ടക്കൽ. ലെതർ പ്ലാന്റിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഇങ്ങനെ ഓളിങ്ങനെ ഓരോ ചെരുപ്പൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അതിൽ പിന്നെ ഓക്ക് സൈസായതോ വലിയ കാലാണ് കേട്ടോ. അപ്പോൾ ആ സൈസായതൊന്നും കിട്ടണമില്ല. പിന്നെ നമുക്ക് വേണ്ടതൊന്നും നോക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വാങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ വാങ്ങല്ലോ. ഇനിയിപ്പോൾ ഒരു പോക്ക് പോകണ്ടല്ലോ വെച്ചിട്ട് നമ്മൾ നോക്കി ഇഷ്ടപ്പെട്ട കുട്ടികൾക്കുള്ളതൊക്കെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ സൈസ് ഒക്കണില്ല എന്നുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ടത് അവിടെ സൈസ് ഉണ്ടാവില്ല. അങ്ങനെ ആയിട്ട് ഓളും കുറേ കഷ്ടപ്പെട്ട് എന്തായാലും കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഇതിപ്പോൾ ടൈം എത്രയെന്ന് പറയും, 7 മണിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ടൈമൊക്കെ തെറ്റിപ്പോയി. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ നാട്ടിലെത്തണ്ടേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ എങ്ങനെയെങ്കിലും വേഗം എടുത്ത് ഞാനൊന്നും എടുത്ത് അതേപോലെ ഓക്കും എടുത്ത് കുട്ടികൾക്കൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് പോരാനുള്ള തയ്യാറെടുപ്പായിട്ടോ. അപ്പോൾ അതാ ഓക്ക് പിന്നെ തിരഞ്ഞിട്ട് കിട്ടാത്തതെന്ന് പറഞ്ഞാൽ സൈസ് ഇല്ലായിട്ടാണ്. ഇഷ്ടപ്പെടും, അത് സൈസ് ഉണ്ടാവില്ല. അങ്ങനെ ആയിട്ട് ഏതായാലും നമ്മൾ പർച്ചേസിങ് ഒരു വിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാ പിന്നെ ഇനി നമ്മൾ അടുത്ത പരിപാടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വലിയവരൊക്കെ ആകെ ദേഷ്യത്തിലാണ് കേട്ടോ. ടൈം കുറേ ആയി, വേഗം നോക്കി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവർക്ക് പിന്നെ വേഗം നോക്കണമല്ലോ, നമ്മളിങ്ങനെ ആറിപ്പാറി നിൽക്കണ കാര്യമില്ലല്ലോ ഓല കൂട്ടി വന്നാലും. അപ്പോൾ അതാ നമ്മളെ പർച്ചേസിങ് ഏതായാലും കുറേയൊക്കെ ആയിട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്താണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അത് ആണുങ്ങളെ ചെരുപ്പും അതും ഇതൊക്കെ നല്ല കളക്ഷൻസാണ് കേട്ടോ. പിന്നെ നമ്മൾ ക്യാഷ് പേ ചെയ്യാൻ വേണ്ടി പോയി. അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് ആണുങ്ങളെ സെക്ഷനിലൊക്കെ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്താണ്, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ.